ആ പാർട്ടിയുടെ ആഭ്യന്തര ഉൾപിരിവുകൾ, കലാപസമാന പോർമുഖങ്ങൾ, ശാസനകൾ, താക്കീതുകളൊക്കെ അത് CPM-ന്റെ മാത്രം സംഘടനാ രേഖകളല്ല. അത് കേരള രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിന്റെ ഭാഗമാണ്. അന്ന് 68-69 നക്സൽ ഭീഷണി, 80-കളെ കത്തിച്ച ബദൽ രേഖാ വിവാദം, MV രാഘവന്റെ ഒറ്റയാൻ അമർഷകാലം, 98-ൽ പാർട്ടി എതിരാളികളെ ഭസ്മീകരിച്ച് മൂന്നാം കണ്ണു തുറന്ന അച്യുതാനന്ദൻ, പാലക്കാടൻ വെട്ടിനിരത്തൽ കാലം, ഉഗ്രപ്രതാപശാലി VS-ന് സ്വന്തം പിണറായി, VS-നെതിരായ യുദ്ധപ്രഖ്യാപന തുടക്കം, മലപ്പുറം സമ്മേളനം, പാർട്ടി പിടിക്കൽ, പാർട്ടി തോൽക്കുമ്പോൾ VS ജയിക്കുകയും VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന മാരാരിക്കുള്ള പരാജയം അടക്കം കണ്ട അത്ഭുത രാഷ്ട്രീയകാലം, ഗോപിക്കോട്ടമുറിക്കലും കൃഷ്ണദാസും അടക്കം VS-ന്റെ പോരാളികൾ, പിണറായി വാഴ്ത്തിലെ കൂറുമാറ്റം, കണ്ണേ കരളേ VS എന്ന ചങ്കിൽ തൊട്ട മുദ്രാവാക്യങ്ങൾ തെരുവിൽ ആർത്തകാലം, ഒടുവിൽ പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയുള്ളയാൾ എന്ന സെക്രട്ടേറിയറ്റ് ചാപ്പ വാർത്താ സമ്മേളനത്തിൽ വായിച്ച സാക്ഷാൽ വിജയൻ, ആലപ്പുഴയിലെ ഇറങ്ങിപ്പോക്ക്, തൊട്ടാൽ തീപ്പൊരി ചിന്ത ഏറ്റുമുട്ടൽ കാലം, കൂറുമാറ്റിയും വെട്ടിയൊതുക്കിയും നേർത്തങ്ങില്ലാതാക്കിയതാണ്. ഒറ്റയ്ക്കും തെറ്റയ്ക്കും പിന്നെയും വിഭാഗീയതയുടെ വേഷം ധരിച്ച മാമാങ്ക പോരാളികൾ ഏതേതൊക്കെയോ നിലപാട് തറകളിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടെങ്കിലും കണ്ടത് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത ഏകധ്രുവ രാഷ്ട്രീയ കാലമാണ് പിണറായി കാലം. ആഴത്തിൽ തിരഞ്ഞാൽ ആധാരം വ്യക്തിവിരോധമെങ്കിലും ആശയങ്ങൾ ആയുധമാക്കിയ കാമ്പുള്ള പോരാട്ടകാലത്തിന്റെ ഓർമ്മകൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അഴുകിപ്പൊഴുത്ത പ്രേതം പോലെ എന്തോ ഒന്ന് CPM-നെ വീണ്ടും വേട്ടയാടുന്ന സമ്മേളനകാലമാണ്. അന്ന് SA ഡാങ്കെ, ADB വായ്പ, നാലാം ലോകം, റിച്ചാർഡ് ഫ്രാങ്കി എന്നൊക്കെ കേട്ടെങ്കിൽ ഇന്ന് ആസക്തിക്കാരൻ പെണ്ണുപിടിയൻ സെക്രട്ടറി, ആർത്തിക്കാരന് കാശുണ്ടാക്കാൻ കെട്ടവഴികൾ, ലഹരി മാഫിയ, ബ്ലാക്ക് മെയിലിംഗിന് ശേഖരിക്കുന്ന അശ്ലീല വീഡിയോ നാറ്റക്കേസാണ്. അതിനെ ഫ്രാക്ഷനിസം എന്ന് പറയരുത്. കെട്ടിക്കിടന്ന് പുളിച്ചാർത്ത ജീർണത കൊടിയ നാറ്റത്തോടെ പൊട്ടിയൊലിക്കലാണ്. ആ റിസോർട്ട് മുതലാളി ബന്ധവും RSS പ്രഭാരി ക്ഷണിച്ചിരുത്തലും തെറ്റല്ലാതായ CPM കാലത്ത് പണ്ടേ പറഞ്ഞതാണ്. ഇടതു രാഷ്ട്രീയം മറന്നുള്ള ഈ പോക്ക് ഒരു പോക്കെന്ന് അടിച്ചു കിട്ടിയ ചാപ്പയാണ് ഇടതുവിരുദ്ധ മാപ്ര. ഒരു മാധ്യമപ്രവർത്തകരുടെ ചുണ്ടിലെ ചായം നോക്കി രാഷ്ട്രീയം പറഞ്ഞ വിജയരാഘവന്റെ നിലവാരം കുറഞ്ഞ വർത്താനം കേട്ടാലും പറയാതിരിക്കാവുന്നതാണോ? ആഴത്തിൽ തിരുത്തില്ലെങ്കിൽ, വർഗരാഷ്ട്രീയത്തിലേക്ക് മടക്കമില്ലെങ്കിൽ വിജയനും ഗോവിന്ദനും ചേർന്ന് ഓടിക്കുന്നത് ഈ ചെങ്കൊടി പാർട്ടിയുടെ അവസാനത്തെ റീലാണ്. ആ പരമനാശത്തിന്റെ വഴിക്കറ്റം ബംഗാളാണ്, തർക്കം വേണ്ട. ഇന്നലെ വരെ വിളിച്ച മുദ്രാവാക്യങ്ങളെ കഴുത്തറത്ത് കൊന്ന് കുഴിച്ചിട്ട് ആ മുദ്രാവാക്യങ്ങളുടെ 16 അടിയന്തരം പോലും കാക്കാതെ കാവിക്കൊടി പിടിച്ച മധു മുല്ലശ്ശേരിമാർ, പാർട്ടി കേഡർ, ആസന്ന പതനത്തിന്റെ ദുരന്ത സൂചിക, പ്രത്യയശാസ്ത്രം പറയുന്ന MV ഗോവിന്ദ, നിങ്ങൾ അവർക്ക് കൊടുത്ത പാർട്ടി ക്ലാസ് എന്താണ്? ആയിരങ്ങളുടെ വിയർപ്പിൽ ചോരയിൽ കുതിർന്ന ചെങ്കൊടി മുദ്രാവാക്യങ്ങൾ, രായ്ക്കുരാമാനം, വഞ്ചനാപൂർവ്വം സാഫ്രൺ ക്യാമ്പിന് സംഭാവനയെങ്കിൽ CPM-എ നിങ്ങൾ എന്തിനവരെ കമ്മ്യൂണിസ്റ്റ് ആക്കി? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.